കേന്ദ്ര സർക്കാരിനെതിരായും പ്രധാനമന്ത്രിയുടെ നയങ്ങൾക്കെതിരായും ഇന്ത്യ രാജ്യത്ത് ശക്തമായി പ്രതിഷേധിക്കുന്ന പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ സമുന്നത നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേരള മുഖ്യമന്ത്രി ആവർത്തിച്ച് അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ CPM BJP ബന്ധത്തിനു വേണ്ടി തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലും പ്രധാനമന്ത്രിക്കെതിരെ ഒരു അക്ഷരം പറയാൻ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് CPM കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് CPM സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ വോട്ട് ചോദിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിക്കെതിരെ BJPക്കെതിരായി ശക്തമായി പ്രസംഗിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു എന്നതിന്റെ പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 30-ലധികം കേസുകൾ, 36 കേസുകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. BJP നേതാക്കന്മാർ അദ്ദേഹത്തെ കേസിൽ കുടുക്കി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും സധൈര്യം രാഹുൽ ഗാന്ധി മതേതര ഇന്ത്യയുടെ മുഖമായി, നേതാവായി മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം, വയനാട്ടിൽ നിന്നുള്ള പാർലമെന്റ് അംഗത്വം റദ്ദ് ചെയ്യാൻ നടത്തിയ കുൽസിത ശ്രമങ്ങൾ ഇന്ത്യ രാജ്യം കണ്ടതാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോട് ഇത്തരത്തിലുള്ളൊരു വിരോധം? രാഹുൽ ഗാന്ധി അവരുടെ നയങ്ങളെ എതിർക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വയനാട്ടിലെ പാർലമെന്റ് അംഗത്വം റദ്ദ് ചെയ്തു. മണിക്കൂറുകൾ, ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിപ്പിക്കുന്ന, ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത, യാതൊരു തരത്തിലുള്ള പ്രീസിഡന്റും കീഴ്വഴക്കവുമില്ലാത്തൊരു നിലപാടിലേക്കാണ് BJP ഗവൺമെന്റ് പോയത്. ഇതെല്ലാം രാജ്യത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം. ഭാരത് ജോഡോ യാത്ര നടത്തി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ മുന്നണിക്ക്, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകി മികച്ച വിജയം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ നേടി. പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് സർക്കാരിനെതിരായി, ഇപ്പൊ അടുത്ത കാലത്തെ വിദേശ നയങ്ങൾക്കെതിരായി, അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന ഇന്ത്യ ഗവൺമെന്റ് നയങ്ങൾക്കെതിരായി ശക്തമായി ശബ്ദിച്ചത്, പാർലമെന്റിന്റെ അകത്തും പുറത്തും ശബ്ദിച്ചത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. ലോക്സഭയുടെ സ്പീക്കർ സ്വീകരിക്കുന്ന പക്ഷപാതപരമായ നിലപാട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ്. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാത്ത BJPയുടെ നിലപാട്, അത് സ്പീക്കർ അംഗീകരിച്ചു കൊടുക്കുന്നതിന്റെ പേരിലാണ് സ്പീക്കർക്കെതിരായിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകിക്കൊണ്ടാണ്. കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള MPമാരെ ഉൾപ്പെടെയാണ് സ്പീക്കർ സസ്പെൻഡ് ചെയ്തത്. ഇതെല്ലാം വളരെ പ്രകടമാകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുമാണ് രാജ്യത്തെ BJP സർക്കാരിനെതിരായി അതിശക്തമായി പോരാടുന്നത്. പിണറായി വിജയൻ ഒത്തുകളിക്കുകയാണ്, BJPയുമായിട്ട് ഒത്തുകളിക്കുകയാണ്. അതാണ് ലാവ്ലിൻ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത്. അതാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ഇപ്പോൾ അത് ആവിയായി പോകുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും മകനുമെതിരെയുള്ള ED അന്വേഷണം മരവിപ്പിച്ച് നിർത്താൻ അവർക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം ആരുമായിട്ടാണ് ബന്ധം? പ്രധാനമന്ത്രിയെ എതിർക്കാൻ ഒരു വാക്കുപോലും പറയുന്നില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയെ അടിസ്ഥാനരഹിതമായിട്ട് കടന്നാക്രമിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. ആ നയങ്ങളെ ജനങ്ങൾ ചെറുക്കുക തന്നെ ചെയ്യും. കേരളത്തിലെ നല്ലവരായ വോട്ടർമാർ മുഖ്യമന്ത്രിയുടെ ഈ തെറ്റായ സമീപനത്തെ തിരുത്താൻ അവരുടെ ബാലറ്റ് അധികാരം വിനിയോഗിക്കുക തന്നെ ചെയ്യും. വിനിയോഗിച്ച് മുഖ്യമന്ത്രിക്ക് ഇതിന് മറുപടി നൽകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.